ഇപ്പോൾ മഴക്കാറ് വെച്ച് കയറുന്നുണ്ട്. തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നേരിയ രീതിയിൽ മഴ തുടങ്ങുകയാണ്. കഴിഞ്ഞ ഒരു 5-8 മണിക്കൂറായി പൂർണ്ണമായും മഴ മാറി നിൽക്കുകയായിരുന്നു തൊടുപുഴ ഉൾപ്പെടെയുള്ള ലോ റേഞ്ചിൽ. പക്ഷേ ഹൈ റേഞ്ചിലെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണെന്ന് ചില പ്രദേശത്ത് നിന്ന് ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഈ കഴിഞ്ഞ 12 മണിക്കൂറിന് ഇടയിൽ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിലുണ്ടായത് നെടുങ്കണ്ടത്തിന് സമീപം ഇടത്തറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം വീണിരുന്നു. ആ മരം വീണ് അവിടെ വീട് പൂർണ്ണമായും തകരുകയും അതോടൊപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇടത്തറ മുക്ക് സ്വദേശിയായിട്ടുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ആളുടെ വീടാണ് കേടുപാട് സംഭവിച്ചത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഈ കഴിഞ്ഞ 12 മണിക്കൂറിനിടയിൽ ഉണ്ടായിരുന്നില്ല. കാരണം മഴ പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ മഴക്കാറ് വെച്ച് കയറിയിട്ടുണ്ട്. മഴ ചെറിയ രീതിയിലാണെങ്കിലും ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണ് ജില്ലയിലുള്ളത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഡാമുകളുടെ കാര്യത്തിൽ ഇന്ന് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 127.35 അടിയാണ്. അതായത് ഡാമിലെ ജലനിരപ്പിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്നലെ രാവിലെ ലഭിച്ച കണക്കും ഇന്നത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരടിയുടെ വ്യത്യാസം ജലനിരപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. 2350 അടിയായിരുന്നു ഇന്നലത്തെ ജലനിരപ്പ്. ഇന്നത്തെ കണക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ജലനിരപ്പ് ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ അല്ലെങ്കിൽ പെയ്തതിനെ തുടർന്നുണ്ടാകുന്ന വെള്ളം ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകി എത്തുന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറെ സമയമെടുത്തതിന് ശേഷം മാത്രമേ ഡാമിലെ ജലനിരപ്പ് ഇനി വരും മണിക്കൂറുകളിൽ വേഗത്തിൽ ഉയരാനും സാധ്യതയുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ മഴ തൊടുപുഴയിൽ ആരംഭിച്ചിട്ടുണ്ട്. ജെയിൻ, ശരി, ഇടുക്കിയിൽ ഇതുപോലെ മഴ ചെറുതായി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നും മഴയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് വൈകിട്ട് വീട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര സൗണ്ടോടുകൂടി അടുത്ത വീട്ടിലെ പറമ്പിലെ പ്ലാവ് മറിഞ്ഞു വീഴുകയായിരുന്നു. ഭാര്യയുടെ തലക്കേറിയൊരു മുറിവൊക്കെ ഉണ്ട്. പിള്ളേർ ഭയങ്കരമായിട്ട് ഭയന്നു പോയി. വീട് പൂർണ്ണമായും പോയ അവസ്ഥയിലാണ്. സീറ്റിട്ട വീടായിരുന്നു. എന്നാ ചെയ്യണമെന്നറിയില്ല.